ഹായ് ഫ്രണ്ട്സ്, ജീസസ് ഫാർമാലോൾസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലൈസോളിനെ പറ്റിയാണ്. ലൈസോൾ നമുക്കറിയാലോ, ആൻറ്റിസെപ്റ്റിക് ആൻഡ് ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷൻ അല്ല ലൈസോൾ. അതിൽ നമ്മൾ കെമിക്കലി ക്രിസോൾ എന്ന് പറയും. ലൈസോളിനെ നമ്മൾ ക്രിസോളിനെ തന്നെയാണ് നമ്മൾ ലൈസോൾ എന്ന് പറയുന്നത്. കോമൺലി അറിയപ്പെടുന്നത് ലൈസോൾ എന്നാണ്. അതേപോലെ ഈ കെമിക്കലി ഈ ക്രിസോൾ എന്ന് പറയുന്നത് എന്തെന്നാണ്, മീഥൈൽ ഫീനോളിനെയാണ് ക്രിസോൾ എന്ന് പറയുന്നത്. ഇതാണ് ഫീനോൾ അല്ലേ. ബെൻസീനകത്ത് ഒരു ബെൻസീൻ റിങ് വരച്ചിട്ട് അതിനകത്തൊരു OH ഗ്രൂപ്പ് വരുമ്പോൾ അതിനെ നമ്മൾ ഫീനോൾ എന്ന് പറയും. മീഥൈൽ, ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ടല്ലേ. ഈ മീഥൈൽ ഗ്രൂപ്പ് വന്നു കഴിയുമ്പോഴാണ് നമ്മളതിനെ ലൈസോൾ എന്ന് വിളിക്കുന്നത്. മീഥൈൽ ഗ്രൂപ്പ് ഫീനോൾ എന്ന് പറയുമ്പോൾ ബെൻസീനകത്ത് ഒരു OH ഗ്രൂപ്പ് വരുന്നതാണ് ഫീനോൾ. ഇതാണ് ഫീനോൾ. ഇതിനകത്തൊരു CH3 വരുമ്പോഴാണ് അതിനെയാണ് നമ്മൾ ലൈസോൾ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ സ്റ്റോറേജ് എങ്ങനെയാണ്? വെൽ ക്ലോസ്ഡ് റെസിസ്റ്റൻ്റ് കണ്ടെയ്നറിലാണ് സ്റ്റോർ